ഹയർ എഡ്യൂക്കേഷന് അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനിലൂടെ ഒരു ജോബിനും സെറ്റിൽമെൻറ്റിനും എത്രത്തോളം നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ദുബായ്. ദുബായ് എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തന്നെ കണക്കാക്കണം. കാരണം 7 എമിറേറ്റ്സ് കൂടുന്ന ഒരു കൺട്രിയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE. 7 എമിറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഓരോന്നിനും ശരിക്കും പറഞ്ഞാൽ ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന ഒരു രാജാവുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കൺട്രി ആയിട്ടാണ് UAE വരുന്നത്. ബൈ ദ വേ, മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങളൊരു ഫസ്റ്റ് ടൈം വിസിറ്റർ ആണെങ്കിൽ ഐ എം അബിൻ മഹാദേവ്. ഐ എം ആൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് ആൻഡ് എ സ്റ്റഡി അബ്രോഡ് കോച്ച്. ഐ ഹെൽപ്പ് സ്റ്റുഡൻസ് ടു മേക്ക് വൈസർ ആൻഡ് സ്മാർട്ടർ സ്റ്റഡി അബ്രോഡ് ഡിസിഷൻസ്. ദുബായ് മാത്രമല്ല, മറ്റേതെങ്കിലും കൺട്രീസിനെ കുറിച്ച് കമ്പയർ ചെയ്തിട്ട് ഒരു കരിയർ ബേസ്ഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഈവൻ എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യങ്ങൾ പോലും ഡിസ്കസ് ചെയ്തിട്ട് ഒരു അക്യുറേറ്റ് ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. യു ക്യാൻ കോൺടാക്ട് അസ്. നൗ ലെറ്റ്സ് കണ്ടിന്യൂ ദിസ് വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻലി പ്രോസ് ആൻഡ് കോൺസ് ഓഫ് സ്റ്റഡിങ് ഇൻ ദുബായ് അല്ലെ UAE ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻസ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ആ ഒരു ടോപ്പിക്കിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ വൈ ദുബായ് ഓർ UAE? ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ റീസൺ തന്നെ ഹൈ റാങ്ക്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളൊരു ഡെസ്റ്റിനേഷനാണ്. ഹൈ റാങ്ക്ഡ് എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജ, അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജ, ഇതൊക്കെ തന്നെ വേൾഡിലെ തന്നെ ടോപ്പ് 500-നകത്ത് മിക്കവാറും ടോപ്പ് 300-നൊക്കെ അകത്ത് വരുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ വേൾഡിലെ ഒത്തിരി ഡെസ്റ്റിനേഷൻസിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റിയുടെ പ്രസൻസ് ഉള്ളൊരു സ്ഥലമാണ് ദുബായ്. അതായത് UK യൂണിവേഴ്സിറ്റീസ്, ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ്. എന്നാൽ ഈ യൂണിവേഴ്സിറ്റീസിലൊക്കെ തന്നെ പഠിക്കുന്നതിന് നമ്മൾ ആ ഒരു കൺട്രി പോയി പഠിക്കുന്നതിൻ്റെ 50% അല്ലെങ്കിൽ 1/3 കോസ്റ്റേ വരത്തുള്ളൂ എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു 12th കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിപ്ലോമ, ഡിഗ്രി പ്രോഗ്രാംസ്, അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസ്, PG അഥവാ മാസ്റ്റേഴ്സ് പ്രോഗ്രാം, ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും കൺട്രീസിലേക്ക് ഇപ്പോൾ 2nd ഇയറോ 3rd ഇയറോ ബാച്ചിലേഴ്സിൻ്റെ വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പാത്വേ പ്രോഗ്രാമായിട്ട് വേണമെങ്കിലും ഈ ദുബായ് അല്ലെ UAEയുടെ എഡ്യൂക്കേഷൻ കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ തന്നെയാണ് UAEയെ ശരിക്കും പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷണൽ സെഗ്മെൻറ്റിൽ ഇന്ത്യൻ സ്റ്റുഡൻസിനെ നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്യിക്കുന്നതിൻ്റെ മേജർ റീസൺസ്. നമുക്ക് ഈ UAEയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കി കഴിഞ്ഞാൽ മേജർലി UK ഓർ USA സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതായത് 12th ശേഷം 3 to 4 ഇയർ ഡ്യൂറേഷനുള്ള ബാച്ചിലേഴ്സ് പ്രോഗ്രാംസും 1 to 2 ഇയർ ഡ്യൂറേഷനുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാംസുമാണുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഡിപ്ലോമ പ്രോഗ്രാംസും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ ഏതെങ്കിലും കൺട്രീസിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ എന്തെങ്കിലും രീതി ബുദ്ധിമുട്ടുള്ള, അതായത് ഇയർ ഗ്യാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഫെയിൽ ആകുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉള്ളവർക്ക് എത്ര ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ട് അഡ്മിഷൻ പ്രോസസ്സ് ദുബായിൽ പോസിബിൾ ആണ്. ദെൻ വിസയുടെ പാർട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദുബായിൽ അങ്ങനെ വിസ റിജക്ഷൻ നമുക്ക് കേൾക്കാറില്ല. ഓൾമോസ്റ്റ് ഈസി വിസ എന്ന് തന്നെ പറയാം. അതിനോടൊപ്പം തന്നെ എടുത്ത് പറയട്ടെ, ഇനി ഏതെങ്കിലും കൺട്രീസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ആ ഒരു കൺട്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയർ ഗ്യാപ്പ് കൊണ്ടോ വേറെ എന്തെങ്കിലും റീസൺസ് കൊണ്ട് വിസ റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ കുറച്ച് നാൾ ദുബായി പഠിച്ചിട്ട് ഒരു 1 year എങ്കിലും ദുബായി പഠിച്ചിട്ട് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ്റെ കണ്ടിന്യൂവേഷന് വേണ്ടി ആ ഒരു കൺട്രിയിലേക്ക്, മേ ബി USA ആയിരിക്കാം, UK ആയിരിക്കാം, ഫ്രാൻസ് ആയിരിക്കാം, ഏത് കൺട്രിയിലേക്കാണോ അതിൻ്റെ റെസ്പെക്റ്റീവ് കൺട്രിയിലേക്ക് മൂവ് ചെയ്യാൻ ദുബായിൽ നിന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആവാനുള്ള സാധ്യത ഓൾമോസ്റ്റ് 99%. ഞാൻ മറ്റ് കൺട്രീസിൻ്റെ എല്ലാം ജനറലി പറയുന്ന പോലെ തന്നെ പാർട്ട് ടൈം ജോബ്, സ്റ്റേ ബാക്ക് ആൻഡ് PR എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ജനറലി ദുബായിൽ പാർട്ട് ടൈം ജോബ്സ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറേറ്റേഴ്സിൻ്റെയും അപ്രൂവലോടുകൂടി ചെയ്യാൻ വേണ്ടി പറ്റും. അത് പൊതുവേ അങ്ങനെ വലിയ ലിമിറ്റ് അതിന് പറയാറില്ല. എന്നാലും 15 to 20 hours പെർ വീക്കാണ് വരുന്നത്. ദെൻ ഹോളിഡേയ്സ് അല്ലെ വെക്കേഷൻസ് അപ് ടു 40 hours പെർ വീക്കും അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി സ്റ്റേ ബാക്ക് UAE അല്ലെ ദുബായിൽ ജനറലി അങ്ങനെ ഒരു സ്റ്റേ ബാക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ PR അങ്ങനെ ഒരു കാര്യത്തിന് പറയുന്നതിനും സ്കോപ്പില്ല. ദുബായ് അല്ലെങ്കിൽ UAEയിലെ കീ ഹയറിംഗ് ഇൻഡസ്ട്രീസ് ഒന്ന് നോക്കുകയാണെങ്കിൽ മെയിൻലി ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻ്റ് ആണ്. പിന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, റിന്യൂവബിൾ എനർജി, കൺസ്ട്രക്ഷൻ ആൻഡ് റിയൽ എസ്റ്റേറ്റ്. എന്നാൽ ഏറ്റവും ടോപ്പായിട്ടുള്ള 2-3 സെഗ്മെൻറ്റ്സിൽ വരുന്നതാണ് IT, ബിസിനസ്, അതുപോലെ തന്നെ ഈ ലോജിസ്റ്റിക്സും. നൗ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വെരി ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻറ്റ് ഓഫ് ദിസ് വീഡിയോ, അതായത് ദുബായിലെ UAE പഠിക്കുന്നതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്. നമുക്ക് ആദ്യം പ്രോസ് തന്നെ ഒന്ന് നോക്കാം. അതായത് അഡ്വാൻറ്റേജസ്. ഫസ്റ്റ്, ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം ഓൾറെഡി UAE ക്വാളിറ്റി എല്ലാ സെഗ്മെൻറ്റിലും അവർ
അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. പ്രത്യേകിച്ച് ഗ്ലോബലി എല്ലാ സ്ഥലത്തു നിന്നുള്ള എഡ്യൂക്കേഷൻ അവിടെ വരുന്നുണ്ടെങ്കിലും ആ ഒരു എഡ്യൂക്കേഷന് അത്ര അവർ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ദുബായ് ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഗ്ലോബലി റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ദുബായിയെ കണക്കാക്കാം. മോസ്റ്റ് മോഡേൺ ക്യാമ്പസസ്, അതുപോലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ദെൻ കോസ്മോപോളിറ്റൻ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, അതായത് മൾട്ടിപ്പിൾ കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസിനൊപ്പം പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, ഇതെല്ലാം തന്നെ ദുബായ് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. തേർഡ് ഇമ്പോർട്ടൻ്റ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുബായിയുടെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആൻഡ് ഈ ഗ്ലോബൽ ബ്രാൻഡാണ്. അതായത് ദുബായിയുടെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, യൂറോപ്പ് ആൻഡ് അമേരിക്ക അതിൻ്റെയും ഇന്ത്യ ആൻഡ് സിംഗപ്പൂർ, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ആ ഒരു കൺട്രീസിൻ്റെയും എല്ലാം സെൻട്രലാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി ലോജിസ്റ്റിക്സ് കമ്പനികൾക്കും ഒത്തിരി ഇൻ്റർനാഷണൽ കമ്പനികൾക്കും ഒക്കെ ഒരു സെൻട്രൽ ഫോക്കൽ പോയിൻ്റ് ആയിട്ട് ദുബായ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഇൻ്റർനാഷണൽ കമ്പനീസ് പോലും ദുബായ് വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് അഡ്വാൻറ്റേജസ് ആണ്. അതുപോലെ തന്നെ ഒത്തിരി ഇമിഗ്രൻസ് ദുബായിലോട്ട് വരുന്നുണ്ട് ജോബ് സെർച്ച് ചെയ്തിട്ടാണെങ്കിലും. കമ്പനീസിന് നല്ല ടാലൻറ്റിനെ കിട്ടും, എന്നാൽ ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടും. എന്നാൽ ദുബായ് എന്ന് പറഞ്ഞ ആ ഒരു ദുബായിലൊരു ഓഫീസ് ഉണ്ടെങ്കിൽ അതൊരു ഗ്ലോബൽ ബ്രാൻഡിൻ്റെ പ്രസൻസും കൂടെ കാണിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോയിന്റ് ദുബായ് ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ്റെ കാര്യത്തിൽ ഗ്ലോബലി മറ്റ് ഏത് ഡെസ്റ്റിനേഷനെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഒരു 2030 or 35 വരെ ഒരു ഇമ്പെക്കബിൾ ആയിട്ടൊരു ഓട്ടോണമി ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്, ഒരു ഇൻ്റർനാഷണൽ ട്രാവൽ ഹബ്ബായിട്ടാണെങ്കിലും ദുബായ് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത് ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഗ്രോത്തിന് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് ദുബായ് എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന എയർപോർട്ടുകളിൽ ഒന്നാണ്. സോ അത് മേജർ ഒരു പോയിന്റ് തന്നെയാണ്. ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോക്സിമിറ്റി ടു ഇന്ത്യയാണ്. അതായത് ഇന്ത്യയായിട്ട് ഇത്രയും അടുത്തൊരു ഫോറിൻ ഡെസ്റ്റിനേഷൻ എന്നാൽ എബ്രോഡ് പോയി പഠിക്കുന്നു, അറ്റ് ദ സെയിം ടൈം കൾച്ചറലായിട്ടൊരു അഡ്വാൻറ്റേജും. ദുബായി പോയി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മലയാളികളും അല്ലെ ഇന്ത്യൻ കൾച്ചറുമായിട്ട് മാറി നിൽക്കുന്നൊരു ഫീൽ ഉണ്ടാകത്തില്ല. ഓൾമോസ്റ്റ് എല്ലാ റിലീജിയസ് കമ്മ്യൂണിറ്റീസും വളരെ ഹാർമോണിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരു ലൊക്കേഷനുമാണ്. എന്നാൽ അതിൻ്റെ കൂടെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഉണ്ട് താനും. സോ ഇൻ കേസ് ഇപ്പോൾ പേരൻസിനാണെങ്കിലും ഒന്ന് സ്റ്റുഡൻസിനെ ഒന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ ദുബായ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. മോസ്റ്റ്ലി നമ്മുടെ മലയാളീസിൻ്റെ ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സ് ഉറപ്പായിട്ടും ദുബായ് അല്ലെങ്കിൽ UAE ഏരിയയിൽ ഉണ്ടാവും. സോ ദാറ്റ് ഗിവ്സ് അനദർ ഒരു കംഫർട്ടിൻ്റെ ഒരു എസൻസും കൂടി അവിടെ കിട്ടുന്നുണ്ട്. ദ ഫിഫ്ത്ത് പ്രോസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഗോൾഡൻ വിസ. ഇപ്പോൾ ഈ ഗോൾഡൻ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 to 10 year ലോങ് സ്റ്റേക്ക് കിട്ടുന്ന ഒരു വിസയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ജോലി ഇല്ലാണ്ട് തന്നെ ദുബായ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റും, ഫാമിലിയെ അക്കോമ്പനി ചെയ്യാൻ വേണ്ടി പറ്റും, ദെൻ ഒരു ബിസിനസ് പോലും അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ്. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഓൾറെഡി അത് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. ബട്ട് സ്റ്റുഡൻസിനാണെങ്കിലും ഇത് അത്രയും ഒരു പൈസ മുടക്കാണ്ട് തന്നെ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ദുബായ് എഡ്യൂക്കേഷൻ പാത്വേ വഴി കിട്ടുന്നുണ്ട്. പ്രോസ് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് കോസ്റ്റ്, അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്നാൽ നമുക്ക് ദുബായ് ആസ് എ ബ്രാൻഡ് ഇതെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് ഹ്യൂജ് അഡ്വാൻറ്റേജ് തന്നെയാണ് കിട്ടുന്നത്. നൗ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ കോൺസ്. അതായത് ദുബായ് പഠിക്കാൻ ചൂസ് ചെയ്യുന്നതിൻ്റെ, പഠിച്ചൊരു കരിയറിലേക്ക് ട്രാൻസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെ കോൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് പോയിന്റ്, ക്ലൈമറ്റ്. പൊതുവേ വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോകുമ്പോഴത്തേക്ക് വളരെ മോഡറേറ്റ് ക്ലൈമറ്റ് അല്ലെങ്കിൽ വിൻ്റർ കുറച്ച് തണുപ്പുള്ള രീതിയിലേക്ക് പോകാം. ബട്ട് അറിയാമല്ലോ, ഓൾറെഡി മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഴ്സ് വളരെ ഹോട്ടാണ്. അപ്പം എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂമിനകത്ത് ഇരിക്കാത്ത അല്ലെങ്കിൽ ട്രാവലിംഗ് അങ്ങനെയൊക്കെയുള്ള ജോബ്സ് വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓവർസീസ് എഡ്യൂക്കേഷനിലൂടെ ബാക്കിയുള്ളവർ അനുഭവിക്കുന്ന ആ ഒരു ക്ലൈമാറ്റിക് അഡ്വാൻറ്റേജ് കിട്ടണമെന്നില്ല. സോ സെക്കൻഡ് വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ട് ടൈം ജോബിനുള്ള ഒരു ഇതാണ്. അതായത് മറ്റ് പല കൺട്രീസിലോ, അതായത് യൂറോപ്യൻ കൺട്രീസിലോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലോ ഈവൻ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള കൺട്രീസിലൊക്കെ നോക്കിയാൽ പോലും മിനിമം വേജ് എന്നൊരു സിസ്റ്റം ഉണ്ട്. ഇപ്പം യു കെയിലാണെങ്കിൽ ഐ തിങ്ക് 12.21 pound പെർ അവറാണ്. ഇത് ഏത് കൺട്രീസിലാണെന്ന് പറഞ്ഞാലും ഓൾമോസ്റ്റ് ഇയർലി ബേസിസ് ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ദുബായ് അല്ലെങ്കിൽ UAE അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീക്കിലി ഓർ മന്ത്ലി ഇത്ര മിനിമം ഏൺ ചെയ്യാം, അതുകൊണ്ട് എൻ്റെ ലിവിങ് എക്സ്പെൻസ് ഇത്ര മേക്കപ്പ് ചെയ്യാം എന്നൊരു കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്യാൻ വേണ്ടി പോസിബിലിറ്റി ഇല്ല. സ്റ്റാറ്റ്സ് പറയുന്നത് 2000 തൊട്ട് ഒരു 4000 AED, അതായത് UAE ദിർഹം മന്ത്ലി ഏൺ ചെയ്യുന്ന സ്റ്റുഡൻസ് വരെ ഉണ്ടെന്നുള്ളതാണ്. ബട്ട് അത് എത്രത്തോളം സ്റ്റുഡൻസിന് പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. കാരണം ദുബായിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉള്ളവർക്ക് മാത്രമല്ല, വെളിയിൽ നിന്നുള്ളവർക്ക് പോലും ഈസിലി ജോബ് അപ്ലൈ ചെയ്യാം, വന്ന് വർക്ക് ചെയ്യാം, ഫുൾ ടൈം വർക്ക് ചെയ്യാം, പാർട്ട് ടൈം വർക്ക് ചെയ്യാം. ഇതിനൊക്കെയുള്ള
ഓപ്ഷൻസ് ഒത്തിരി ഉള്ളൊരു കൺട്രിയാണ്. അപ്പോൾ ശരിക്കും അവിടെ ഒരു സ്റ്റുഡൻ്റായിട്ട് പോകുന്നതുകൊണ്ട് ദുബായിൽ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ബട്ട് ഒരു ജോബിൽ കയറി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ ജോബിൽ കയറാൻ വേണ്ടിയുള്ള ആ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പഠിക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ നെറ്റ്വർക്ക് ചെയ്യുകയും നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുകയും ഓപ്പർച്യൂണിറ്റീസ് ക്യാപിറ്റലൈസ് ചെയ്യാൻ മെൻറ്റാലിറ്റി ഉള്ള ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ദുബായ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി ഇതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ എഡ്യൂക്കേഷൻ ചെയ്യുന്ന പീരീഡിലുള്ള ലിവിങ് എക്സ്പെൻസ് അതും കൂടി ഒന്ന് കരുതി വെച്ചിട്ട് ദുബായ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിനോട് ചേർത്ത് വെച്ച് പറയേണ്ട ഒരു കാര്യമാണ്, അതായത് ഈ വിദേശത്തേക്ക് ഹയർ എഡ്യൂക്കേഷന് പോകുന്ന അതിലൂടെ ഒരു ജോബ് അല്ലെ കരിയർ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ, വർക്കിംഗ് എൻവയോൺമെൻ്റ് ഒക്കെ ആഗ്രഹിച്ചാണ് പോകുന്നത്. മോസ്റ്റ്ലി ദുബായ് ഇന്ത്യൻ സിസ്റ്റം, ചിലയിടത്ത് ഇന്ത്യയെക്കാളും വേസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റംസ്, വർക്ക് കൾച്ചർ അല്ലെങ്കിൽ വർക്കിംഗ് എൻവയോൺമെൻ്റ് ഉണ്ട്. സോ അങ്ങനെ ഒരു ഇത് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ദുബായ് ഒരിക്കലും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കത്തില്ല. ദെൻ അടുത്ത ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രത്യേകിച്ച് ഈ ഹയർ എഡ്യൂക്കേഷൻ സെഗ്മെൻ്റ് ഒരു ഗ്രോയിങ്, എന്താ പറയുക, ഒരു ബഡ്ഡിങ് സ്റ്റേജിലാണ്. സെഞ്ച്വറീസ് ഓൾഡെന്നോ അല്ലെങ്കിൽ ഡെക്കേഡ്സ് ഓൾഡെന്നോ ഒന്നും നമുക്കത് പറയാൻ പറ്റില്ല. ചില യൂണിവേഴ്സിറ്റീസ് ഓൾറെഡി ദുബായ് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ചു പോയൊരു വരെയുണ്ട്. സോ അതൊരു വരുന്ന ഒരു 10-20 ഇയേഴ്സ് കൊണ്ടേ അതൊരു നല്ലൊരു സ്റ്റേജിലേക്ക് അത് എത്തത്തുള്ളൂ. സോ ഇപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസിഷൻ ഫേസ് ആണ്. അത് ഓരോരുത്തർക്കും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണോ അതനുസരിച്ച് എടുക്കാം. ബട്ട് നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് ദുബായ് ഈസ് ദ ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിൽ ഇല്ല. നമുക്ക് ഫിഫ്ത്ത് ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ PR അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് ഓപ്ഷനാണ്. വെസ്റ്റേൺ കൺട്രീസിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്ന മജോറിറ്റി സ്റ്റുഡൻസും പഠിച്ചു കഴിഞ്ഞ് സ്റ്റേ ബാക്ക് പീരീഡിനുള്ളിൽ ഒരു ഫുൾ ടൈം ജോബ്, അതിൽ നിന്ന് ട്രാൻസിഷൻഡ് ആയിട്ടുള്ള ഒരു PR സെറ്റിൽമെൻറ്റ് പാത്വേ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് കുറേയധികം സ്റ്റുഡൻസും. ബട്ട് ദുബായ് ഓർ UAE അതിനുള്ളൊരു പ്രൊവിഷൻ ഇല്ല. ഒരു ജോബ് വിസ സ്പോൺസർഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകണം. ബട്ട് ഓഫ് കോഴ്സ് ഗോൾഡൻ വിസ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. പക്ഷേ ഗോൾഡൻ വിസയ്ക്കാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള റിക്വയർമെൻ്റ് ഉണ്ട്. വേൾഡിലത്തെ ടോപ്പ് എലൈറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി പഠിച്ച ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. ദെൻ 4ൽ 3.8 CGPA ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് 90% എബവ് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗോൾഡൻ വിസയ്ക്ക് എലിജിബിൾ ആവത്തുള്ളൂ. ഇൻ കേസ് ഗോൾഡൻ വിസ എലിജിബിൾ ആയില്ലെങ്കിൽ ദെൻ നമുക്ക് ജോബ് അല്ലെങ്കിൽ ഇത്ര നാൾ നിൽക്കാമെന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. സോ ദാറ്റ് ഈസ് അനദർ ഡിസഡ്വാൻറ്റേജ്. നൗ ദ സിക്സ്ത് ഡിസഡ്വാൻറ്റേജ് ഇസ് നോ സ്റ്റേ ബാക്ക് പീരീഡ്. സ്റ്റേ ബാക്ക് പീരീഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ജോബ് എങ്ങനെയും കിട്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവർക്ക് നല്ല ഹൈറ്റ്സിലേക്ക് പോകാം. ബട്ട് ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിൽ പെർഫോം ചെയ്യുന്ന സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്യൂച്ചർ എങ്ങനെയാവും നമുക്ക് ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ല. സോ ദാറ്റ് ഈസ് അനദർ ബിഗ് ഡിസഡ്വാൻറ്റേജ്. നോ, സെവൻത് കോൺ അഥവാ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ്. പ്രത്യേകിച്ച് ദുബായ്, അബുദാബി പോലുള്ള സ്ഥലങ്ങളിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് വളരെ ഹൈ ആണ്. സോ അതിനനുസരിച്ചുള്ള ഇൻകത്തിനുള്ള ഒരു ജോബ് പ്രൊക്യൂർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ചലഞ്ചിങ്. സോ ഓൾ ടുഗദർ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഒരു വെസ്റ്റേൺ കൺട്രിയിൽ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ കൺട്രി ആയിട്ട് ഒരിക്കലും ദുബായ് ഓർ UAE കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ബട്ട് ദുബായ്ക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. സോ യു ചൂസ് വൈസ്ലി. നിങ്ങൾക്ക് ദുബായ് അല്ലെങ്കിൽ UAE നല്ലൊരു ഡെസ്റ്റിനേഷനാണ് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാത്വേ പ്രോഗ്രാമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ പോയി പഠിച്ചിട്ട് ദുബായ് അല്ലെങ്കിൽ UAE എനിക്ക് അതിനുള്ള ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, അത് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ ദെൻ ആ ഒരു കോസ്റ്റ്, അഫോർഡബിൾ കോസ്റ്റിൽ ഫോറിൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആ സെയിം ക്വാളിഫിക്കേഷൻ ദുബായിൽ ഇരുന്ന് കരസ്ഥമാക്കാനുള്ള ബിഗ് ഓപ്പർച്യൂണിറ്റിയും ദുബായ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദ ചോയ്സ് ഈസ് യുവേഴ്സ്. സോ ഈ വീഡിയോയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, ക്വസ്റ്റ്യൻസ്, കമൻറ്റ്സ്, അല്ലെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും വീഡിയോ പ്രിപ്പയർ ചെയ്ത് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ടേക്ക് എ പോസ് ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ റൈറ്റ് നൗ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.